വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലം DFO ഓഫീസിലേക്ക് സെപ്റ്റംബർ 23-ന് നടത്തുന്ന മാർച്ചിൽ 500 INTUC പ്രവർത്തകർ പങ്കെടുക്കും. ആനസമരം എന്ന പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് DFO ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തുക. 23-ന് നടക്കുന്ന സമരത്തിൽ 500 INTUC പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് INTUC റീജിയണൽ കമ്മിറ്റി അറിയിച്ചു. കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം വർദ്ധിച്ചു വരികയാണെന്നും കോതമംഗലം MLAക്ക് നിസ്സംഗഭാവമാണ് ഇക്കാര്യത്തിലുള്ളതെന്നും യാതൊരു അടിയന്തര നടപടിയും സ്വീകരിക്കുവാൻ MLAയോ ഗവൺമെന്റോ തയ്യാറാകുന്നില്ല എന്നും യോഗം കുറ്റപ്പെടുത്തി. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ച ഇനത്തിൽ 4 കോടി രൂപ കർഷകർക്ക് കൊടുക്കാനുണ്ട്. യാതൊരു നഷ്ടപരിഹാരവും സർക്കാർ വിതരണം ചെയ്തിട്ടില്ല എന്നും യോഗം പറഞ്ഞു. യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ഇന്നിപ്പോൾ 2 പേര് കോട്ടപ്പടിക്ക് 2 വൃദ്ധന്മാരായ ആളുകൾ റബ്ബർ വെട്ടാൻ പോയതാണ്, തൊഴിലാളികളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മുറിവേക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കാണ്. രാവിലെ റബ്ബർ വെട്ടാൻ നിർത്തിയില്ല. ആനയുടെ ആക്രമണം കൊണ്ട് 2 പേര് ആശുപത്രിയിൽ മൃതപ്രായരായി കിടക്കുകയാണ്. അങ്ങനെ കാഞ്ഞിരവേലിയിൽ തന്നെ ഒരു പാവപ്പെട്ട സാധാരണ ഒരു വീട്ടുകാരി ആക്രമിച്ച് അവർ മരിച്ച സംഭവം നമുക്കറിയാം. ഇതിലൊക്കെ പ്രതികരിക്കാൻ ഒരു ആക്ഷനിലില്ല. ഇത് എല്ലാവരും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായി ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ എന്ത് ശക്തി എതിർത്താലും അതിന് കൊടുക്കേണ്ട ബാധ്യത ഭരണകൂടത്തിലുണ്ട്. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൽ, ശശി കുഞ്ഞുമോൻ, ചന്ദ്രലേഖ ശശിധരൻ, ജിജി സാജു, ഭാനുപതി രാജു, CJ എൽദോസ്, ജെയിംസ് കോർമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ കീരമ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 മാസമായി നിരന്തരമായിട്ട് അവിടെ പുന്നേക്കാട് സിറ്റിയോട് ചേർന്ന് വരെ ആനകൾ വന്ന് അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഈ പറയുന്ന RRT ടീമിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിന് പരിഹാരമുണ്ടാക്കി എന്ന തരത്തിൽ പ്രചരണം നടത്തി ആളുകളെ പറ്റിക്കുന്ന കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് MLAയും അവരുടെ റൂളിംഗ് പാർട്ടി എന്നുള്ള രീതിയിൽ CPM ഒക്കെ എടുക്കുന്ന സ്റ്റാൻഡ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.